തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് ദിനാഘോഷ ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഗവർണർ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി വേദി വിട്ടിറങ്ങി. ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമെന്ന് മന്ത്രി ശിവൻകുട്ടിയും GR അനിലും പറയുന്നു. സുരേഷ് ഗോപി നടത്തിയത് സിനിമയിൽ നടത്തുന്ന പ്രകടനമെന്ന് മന്ത്രി ശിവൻകുട്ടി വിമർശിച്ചു. സുരേഷ് ഗോപി ദേശീയ ഗാനത്തെയും ഭരണഘടനയെയും അവഹേളിച്ചെന്ന് മന്ത്രി GR അനിലും പ്രതികരിച്ചു. ഒളിമ്പിക്സ് ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ സുരേഷ് ഗോപി പാലിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഗവർണർ പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ തന്നെ വേദി വിട്ടിറങ്ങി ജനക്കൂട്ടത്തിൽ വന്ന് അവിടെ ആൾക്കാരെ കൂട്ടി ഈ യോഗത്തിന് തന്നെ അനുകൂലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതൊരിക്കലും പാടില്ല. സാധാരണഗതിയിൽ ഗവർണർ വേദി വിട്ടതിന് ശേഷം മാത്രമേ ഏത് ഗസ്റ്റായിരുന്നാലും വേദി വിട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. ഇത് കാണിച്ചത് ഗവർണറോടുള്ള അനാദരവാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. ഇത് ഏതാണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രകടനം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഇവിടെ ഇന്ന് അരങ്ങേറിയത്. ദേശീയ ഗാനത്തോടും ഭരണഘടനയോടും കൂറു പുലർത്താത്ത ഒരു നിലപാട്. വേദിയിൽ ഗവർണർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സുസിദ്ധമായിട്ടുള്ള അഭിനയത്തിലേക്ക് മഴ പ്രയോജനപ്പെടുത്തിയുള്ളൊരു അഭിനയ രംഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് ഇന്നത്തെ യോഗത്തിലെ നേട്ടം. അത് നിർഭാഗ്യകരമായി പോയി. ഇത് അദ്ദേഹം മനസ്സിലാക്കി പൊതുവേദികളിൽ, ഗവൺമെൻറ് വേദികളിൽ പാലിക്കേണ്ടുന്ന ചട്ടത്തിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. നൃപൻ, എന്തൊക്കെയാണ് മന്ത്രിമാർ പറഞ്ഞത്? അതിനുണ്ടായ സാഹചര്യം അതടക്കമുള്ളവ, പ്രോട്ടോകോൾ ലംഘനം അടക്കമുള്ള കേന്ദ്ര സഹമന്ത്രിക്കെതിരായ പുതിയ ആരോപണങ്ങൾ. അജിംഷാദ്, തിരുവനന്തപുരത്ത് മാനവീയം വീതിയിൽ ഇന്ന് ഒളിമ്പിക്സ് ദിനാഘോഷത്തിൻ്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഗവർണറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കൂട്ടയോട്ടം അടക്കമുള്ള പരിപാടികളാണ്. അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൻ്റെ അതിഥികളായിട്ടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും, ഒപ്പം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലും പങ്കെടുത്തത്. നിരവധിയർ പങ്കെടുത്തതാണ്. മഴയുള്ള ഒരു സമയം കൂടിയായിരുന്നു. ഗവർണർ വേദിയിലെത്തി അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുരേഷ് ഗോപി വേദി വിട്ടിറങ്ങിയത്. അപ്പോൾ തന്നെ അത് സ്വാഭാവികമായി സാധാരണ ഗവർണർ പങ്കെടുക്കുന്ന വേദിയാണെങ്കിൽ ഗവർണർ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ആ ചടങ്ങ് ദേശീയ ഗാനത്തോടെ സമാപിക്കും. ആ ചടങ്ങ് ദേശീയ ഗാനത്തെ ആദരവോടുകൂടി എല്ലാവരും എണീറ്റ് നിന്ന് ഗവർണർ പിന്നെ വേദി വിട്ട് ഇറങ്ങിപ്പോയ ശേഷമാണ് അതിഥികൾ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ആ പ്രോട്ടോകോൾ എല്ലാവർക്കും ബാധകമാണ്. മന്ത്രിമാരായിരുന്നാലും മറ്റ് ജനപ്രതിനിധികളായിരുന്നാലും മറ്റേതെങ്കിലും സാംസ്കാരിക പ്രവർത്തകർ വേദിയിലിരുന്നാലും അത് ബാധകമാണ്. ഈ മന്ത്രിമാർ ഇന്ന് GR അനിലും ഒപ്പം തന്നെ ശിവൻകുട്ടിയും പറഞ്ഞത് ആ ആരോപണമാണ്. കാരണം ഇത് നടക്കുമ്പോൾ തന്നെ, ഗവർണറുടെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ സുരേഷ് ഗോപി വേദി വിട്ടിറങ്ങുന്നു. വേദി വിട്ടിറങ്ങിയ ശേഷം താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഗവർണർ തുടർന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സിനിമാ നടനെ രീതിയിൽ, സാധാരണ സുരേഷ് ഗോപി മറ്റ് സിനിമാ ചിത്രീകരണ സ്ഥലങ്ങളിലോ മറ്റ് പൊതുചടങ്ങളിലോ ഉദ്ഘാടന വേദികളിലോ എത്തുന്നത് പോലെ യോഗം ഒരു സ്ഥലത്ത് നടക്കുന്നു. അപ്പോൾ ബാക്കി ആൾക്കാരുമായി അദ്ദേഹം ഇൻട്രാക്ട് നടത്തുന്നു. മുഴുവൻ പേരോടുമായിട്ട് സംസാരിക്കുന്നു, പലരുമായി സെൽഫി എടുക്കുന്നു. അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ഗവർണർ ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇടപെട്ട് പറയാനുള്ള സാഹചര്യവുമില്ല. ഈ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ജനക്കൂട്ടമെല്ലാം മറുഭാഗത്തേക്ക് മാറുന്നു. ആരവവും ബഹളവും അവിടെ നടക്കുന്നു. ആകെ അലങ്കോലമാകുന്ന അവസ്ഥ. ഗവർണർ ഈ ഘട്ടത്തിൽ പ്രസംഗം നടക്കുന്നു. അതിനുശേഷം സുരേഷ് ഗോപി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ് എന്നാണ് മന്ത്രി GR അനിലും ശിവൻകുട്ടിയും പറഞ്ഞത്. സിനിമയിൽ നടത്തുന്ന പോലെ പ്രകടനമല്ല സാധാരണ ഇത്തരം വേദികളിൽ ഔദ്യോഗികമായി നടത്തേണ്ടത്. GR അനിൽ പറഞ്ഞത് ഏറ്റവും പ്രസക്തമായൊരു ഭാഗം എന്ന് പറയും ഇത്തരം കാര്യങ്ങൾ തിരുത്തണം. കാരണം ഭരണഘടനയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കാനുള്ള, ആദരവ് കാണിക്കാനുള്ള ഒരു പൗരനെന്നുള്ള കടമ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ കൂടിയാണ്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോഴും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പാലിക്കേണ്ട ഒരു ചിട്ടയും അച്ചടക്കവുമുണ്ട്. അത് പാലിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നാണ് ഇരു മന്ത്രിമാരും വിമർശനത്തിൽ പറഞ്ഞത്. അത് സ്വാഭാവികമായും അദ്ദേഹമാണിത് മനസ്സിലാക്കേണ്ടത്. അജിംഷാദ്, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്, സമൂഹം ആദരിക്കുന്നൊരു സിനിമാ നടനാണ്. എങ്കിൽ തന്നെയും ഇത്തരം കാര്യങ്ങൾ ഗവർണർ പോലെ പങ്കെടുക്കുന്നതിൽ ഭരണഘടനാപരമായ ചില ചിട്ടകളും ചടങ്ങുകളുമുണ്ട്. അത് പാലിച്ചില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടിയും GR അനിലും വിമർശനത്തിൽ